ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട പ്ലഷർ വണ്ടി നമുക്ക് റിപ്പയറിങ്ങിനായിട്ട് വന്നതാണ്. മെയിനായിട്ട് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് വണ്ടിക്ക് ബ്രേക്കില്ല, ബ്രേക്ക് മാത്രം ശരിയാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വണ്ടി കയറ്റി ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ലൈനർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. ബ്രേക്ക് ലൈനർ തീർന്നെടുക്കണമാണ്, ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റിയിടണമേ. പക്ഷേ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലൈനർ മാറ്റിയിട്ടാലും ബ്രേക്ക് ക്ലിയർ ആവില്ല. പറയാൻ കാരണം നമ്മുടെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമ്മയാണ്. ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് പോയി കിടക്കുക. അതുകൊണ്ടാ ബെയറിങ്ങിന് ഷെയ്ക്ക് ഉണ്ട്. ആ ഷെയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടാലും ബ്രേക്ക് ചതഞ്ഞ രീതിയിലെ ബ്രേക്ക് കാണിക്കുള്ളൂ. അപ്പോൾ അത് റെഡി ആവണമെങ്കിൽ ബ്രേക്ക് പക്ക ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഇതഴിച്ച് ഈ ബെയറിങ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഇറക്കേണ്ട കേസാണ്. ഗിയർ ബോക്സ് ഇറക്കി ബെയറിങ് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ലൈനർ ഇട്ടാലാണ് ബാക്കിലത്തെ ബ്രേക്ക് റെഡി ആവുള്ളൂ കേട്ടോ. കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഓയിലൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം, കുറച്ചാളും കൂടി ഉപയോഗിക്കാം. പക്ഷേ ബാക്കിയത്തെ ഈ പറഞ്ഞ വർക്കുകൾ നമ്മൾ ചെയ്യണം. പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേസ് വരുമ്പോൾ ഫ്രണ്ട് നമ്മൾ അഴിച്ചു, ഫ്രണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ലൈനർ ഇത് മാത്രം മതി, ഇത് തന്നെ മതി. പക്ഷേ നമുക്ക് അതിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. ഇതെന്താ കേബിൾ കംപ്ലയിൻറ്റാണ്, ബ്രേക്ക് ടൈറ്റാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ അത് തന്നെ യൂസ് ചെയ്യാം, ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പക്ഷേ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഫ്രണ്ടിലത്തെ വീല് പിടിപ്പിച്ചാണത് ഈ ലിങ്കുമ്മയാണ്. ഇതിൻ്റെ ലിങ്ക് ബുഷ് മൊത്തം പോയി കിടക്കുക. അതുകൊണ്ടാ പല്ലിടുന്ന ആളുടെ മുകളിൽ ആടണേ, ഇത് നോക്കി ഫുള്ള് പോയി കിടക്കുക. അപ്പോൾ അത് റെഡി ആക്കിയിട്ട് ഇതൊക്കെ ചെയ്താലാണ് കാര്യമുള്ളൂ. അതേപോലെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും പോയിട്ടുണ്ട്, അതും കൂടി മാറ്റിയിട്ട് ബ്രേക്ക് ലൈനറൊക്കെ ഇട്ടാലാണ് നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഈ ഗ്രീൻ ബുഷ് മാത്രം മാറ്റി ബ്രേക്ക് ക്ലീൻ ചെയ്ത് ആ ബ്രേക്ക് കേബിൾ മാറ്റി ഫ്രണ്ടിലത്തെ റെഡിയാക്കാം. പക്ഷേ ബാക്കിയത്തെ കംപ്ലയിൻറ്റുകളൊക്കെ അതേപോലെ തന്നെ ഇരിക്കും. നമ്മൾ ഫ്രണ്ട് അഴിച്ചിട്ട് പിന്നെ അത് വെട്ടൽ വന്നു എന്നൊന്നും പറയരുത്. ചെയ്യുകയാണെങ്കിൽ ക്ലിയറായിട്ട് ചെയ്യാം, അപ്പോൾ അത് പക്കയായിട്ട് പൊക്കോളും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതികളെ ഈ പറഞ്ഞ തൽക്കാലം ഓടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് കേബിൾ മാറ്റി ലൈനർ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയും, അതനുസരിച്ച് നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.